Okay, my name is Abhinita B. Pillai. സോ ഞാൻ വിദ്യാരൂപയിൽ തന്നെ SCMS പഠിക്കാൻ നേരത്ത് വിദ്യാരൂപയിൽ തന്നെ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് സ്കോളർഷിപ്പോടുകൂടി CMA പാസ്സായതായിരുന്നു. ഇപ്പം CMA സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. CMA എന്താണ്, ഇത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്, കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കും ഇപ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം അറിയോ? CMA എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്സാം ടൈമിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് CMA, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് CMA സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും ഇതെങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് എന്നാ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമായിരിക്കും ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ CMA ആണ് നമുക്ക് നോക്കാം. സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അത് US-ലുള്ള US ബേസ്ഡ് കോഴ്സ് ആണ്. US-ലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് US-ലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. CMA എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുമ്പോൾ നമുക്ക് ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ജോലിയിൽ വർക്ക് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ബേസിസിൽ ഒരു സ്റ്റാഫ് അക്കൗണ്ടന്റ് ആയിട്ടോ, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ, ടാക്സ് അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ബഡ്ജറ്റ് അനലിസ്റ്റ്, അങ്ങനെ ഓരോ രീതിയിൽ കോഴ്സ് കരിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓരോ പൊസിഷനിൽ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ കുറച്ച് ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി CMA ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു കോഴ്സ്, ഇപ്പോൾ വെറുതെ നമ്മളൊരു ഡിഗ്രി എടുത്ത് വെച്ചിട്ട് നമ്മൾ ജോലി നോക്കുന്നതിനേലും കുറച്ച് കൂടുതൽ പ്രിഫറൻസ് നമുക്ക് കിട്ടും. ബിക്കോസ് CMA എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു കമ്പനിക്ക് ജസ്റ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, അതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങും കുറെ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ എങ്ങനെ ഒന്ന് മാനേജ് ചെയ്ത് എങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഒക്കെ ചെയ്യാം എന്ന് പഠിക്കുന്നതിനെയാണ് നമ്മൾ CMA പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് IMA US ആണ് നമ്മൾക്ക് CMAയുടെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതാണ് നമ്മളുടെ ജനറൽ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ IMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ലുള്ള ഒരു ബോർഡാണ്. സോ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് കുറെ പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷം മുമ്പേ അവരൊരു 100+ ഇയേഴ്സോ ആയി തുടങ്ങിയിട്ട്. 1919 അവര് ന്യൂയോർക്കിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അവരുടെ പേര് അങ്ങനെയായിരുന്നു, നാഷണൽ അസോസിയേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ്. അത് കഴിഞ്ഞ് 1991 അവർ പേര് മാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് എന്നുള്ള പേരിലേക്ക് അവർ മാറ്റി. അവർക്ക് ഒരുപാട് ഒരു 1,25,000+ മെമ്പേഴ്സിനടുത്തും 120 കൺട്രീസിലും അവർക്ക് സ്റ്റുഡൻസും മെമ്പേഴ്സും എല്ലാം ഉണ്ട്. നമ്മളിപ്പോ ഈവൻ CMA പാസ്സായി കഴിഞ്ഞാലും ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ IMA മെമ്പർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ലോഗിൻ IDയും പാസ്വേഡും തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് IMAയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അത് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കരിയർ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. കരിയർ ഓപ്ഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് വേൾഡ് വൈഡ് നിങ്ങൾക്ക് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ആൻഡ് വൺസ് നിങ്ങൾ CMA പാസ്സായി കഴിഞ്ഞാൽ കുറെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യും. ഈവൻ ഫ്രീ കോഴ്സസ് വരെ അവരിപ്പോൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡേറ്റ വിഷ്വലൈസേഷന്റെ കോഴ്സ്, അല്ലെങ്കിൽ എക്സലിന്റെ കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവർ ഫ്രീ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ CMA പാസ്സായി കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ CMA പാസ്സായി കഴിഞ്ഞിട്ടും IMA മെമ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ കുറെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അത് നിങ്ങൾ
അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കൂടുതൽ കിട്ടും. ഓൾറെഡി വർക്കിംഗ് ആയവരാണെങ്കിൽ കൂടുതൽ പ്രൊമോഷന് വേണ്ടിയിട്ടും എല്ലാത്തിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് പറ്റും. മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു CMA എന്ന് പറഞ്ഞൊരു സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോഴ്സ് ആണെന്ന് പറഞ്ഞു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയോ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കോസ്റ്റിംഗ് അക്കൗണ്ടിങ് ഉണ്ടാവും നമ്മളുടെ കമ്പനിയിൽ. എങ്ങനെയാണ് ഒരു കോസ്റ്റ് എത്രത്തോളം നമ്മളുടെ കമ്പനി ബെയർ ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം കോസ്റ്റ് ആണ് കമ്പനിയിൽ ഇൻകർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഒരു അക്കൗണ്ടിങ് രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പണ്ടോട്ടേ കൊമേഴ്സ് എടുത്തവർക്കാണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ലാതെ നമ്മൾക്ക് അതിൽ നിന്ന് ഓരോ ഡിസിഷൻ എടുക്കാനൊക്കെ ആയിട്ട് പറ്റണം. ജസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ലൈക് കമ്പനീന്റെ ഓവറോൾ ബേസിസിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം എന്നൊരു പറ്റിയെന്ന് വരില്ല. സോ എല്ലാ കാര്യത്തിനെയും കൺസിഡർ ചെയ്തിട്ട് ഈവൻ കമ്പനിയിലെ ഇന്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാത്തിനെയും അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം, കമ്പനീന്റെ ഭാവിയിലെ ഓവറോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ, പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടിയിട്ട്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഒരു കമ്പനിയിൽ കൺസിഡർ ചെയ്യണം. ഇതിനെ എല്ലാത്തിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ CMA സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടിൽ പഠിക്കാൻ പോകുന്നതും നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോഴും ഇതൊക്കെയായിരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. ലൈക്ക് ജസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ലാതെ വി വിൽ ബി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് മെനി ഡിസിഷൻസ് ഇൻ ദ കമ്പനി. ദാറ്റ് ഇസ് വാട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് അസ്. നമുക്ക് ആ ഒരു നോളജ് ആയിരിക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡേ ടു ഡേ ഓപ്പറേഷൻസിലായാലും ലോങ് ടേം ഗോൾസ് ഒക്കെ കമ്പനിയിൽ ഉണ്ടാവും. അതിന് രണ്ടിനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തില് ഗോൾ ഡിസിഷൻ മേക്കിങ്ങും എല്ലാത്തിനെയും നമ്മൾ കേപ്പബിൾ ആക്കും സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. നമുക്ക് പറയാം 2 പാർട്സ് ആ CMA ഉള്ളത് അല്ലേ? നിങ്ങൾ CMA എടുത്ത ടൈമിൽ തന്നെ അന്വേഷിച്ചിട്ടുണ്ടാവും. 2 പാർട്സ് പഠിക്കാനുണ്ട്. ഒരു പാർട്ടിന് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്, പാർട്ട് 1 ഇസ് ഫിനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്. പാർട്ട് 1 ഇസ് ഫിനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്, ആൻഡ് പാർട്ട് 2 ഇസ് സ്ട്രാറ്റജിക് ഫിനാൻസ് മാനേജ്മെന്റ്. ഓക്കെ, ഈ 2 പാർട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് നിങ്ങൾക്ക് അറിയോ? ഏതെങ്കിലും നമുക്കിപ്പോൾ 2 പാർട്ടിന്റെ ഉള്ളിലും 6 സബ്ജക്ട് ഈച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെ സെക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? റെസ്പോൺസ്. ആർക്കും എന്തോ റെസ്പോൺസ് ഇല്ലാത്ത? രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴും ഉറക്കത്തിൽ തന്നെ ഇരിക്കുക എല്ലാവരും. ബഡ്ജറ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ബഡ്ജറ്റിംഗ് ഒരു സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളതിന്റെ. എന്തൊക്കെയാ? റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ്, അത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. Yes, corporate finance. Yes, cost management, risk management. Yes, decision analysis, ratio analysis. Good. നമുക്ക് 2 സെക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഫിനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്. അതിൽ 6 സെക്ഷൻസ് ആണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെക്ഷൻ A എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. അതായത് നമുക്ക് കുറെ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റും അതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും, ഈവൻ അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെന്റ്,
അത് ഓരോ കാര്യങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലുള്ള നമ്മൾ എക്സ്റ്റേണലി നമ്മളുടെ കുറെ പാർട്ടീസ് ഉണ്ടാകും അല്ലെ, ഗവൺമെന്റ്, കസ്റ്റമേഴ്സ്, അങ്ങനെ ഇൻവെസ്റ്റേഴ്സ്, എക്സ്റ്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെക്കോർഡ് അക്കൗണ്ടിങ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യും. അതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതിന്റെ ഓരോ കാര്യങ്ങളും, അതിൻ്റെ ഉള്ളിൽ ഓരോ അക്കൗണ്ടിങ് പോളിസീസും ഡിസിഷൻസും, അങ്ങനെ ഓരോ കാര്യങ്ങളെയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ സെക്ഷൻ എയിൽ പഠിക്കുന്നത്. സെക്ഷൻ സി എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്. നമ്മളൊരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ കമ്പനിയിൽ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മളൊരു പ്രതീക്ഷിക്കാതെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്താലാണ് അതിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു ഫയർ വരുമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താലാണ് നമുക്ക് ഫയർ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഫയർ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ കമ്പനിയിൽ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു എസ്റ്റിമേഷൻ ആണ്, അടുത്ത വരുന്ന പീരീഡിൽ നമ്മൾ ഇത്ര എക്സ്പെൻസ് ഇൻകർ ചെയ്യും, അല്ലെങ്കിൽ ഇത്ര റവന്യൂ നമ്മൾ ഏൺ ചെയ്യും എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരു എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള അസംഷൻ ആണ്. സോ സെക്ഷൻ ബി, പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ബിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് നമ്മൾ ഫ്യൂച്ചർ പീരീഡിൽ കമ്പനിയിൽ ഉണ്ടാകാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇന്റേണൽ എൻവയോൺമെന്റിനെയും കമ്പനീന്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ, എംപ്ലോയീസ്, നമ്മളുടെ കുറെ ആക്ടിവിറ്റീസ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സ്, അതിനെ എല്ലാത്തിനും ഇന്റേണലി നമ്മൾ അനലൈസ് ചെയ്യും. കമ്പനീന്റെ എക്സ്റ്റേണലി കോമ്പറ്റീറ്റേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ എക്സ്റ്റേണലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ബഡ്ജറ്റ് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റ് മനസ്സിലാവും, എന്തോരം എന്തോരം റവന്യൂ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ബഡ്ജറ്റ് ചെയ്യാനും പറ്റും. അതാണ് നമ്മൾ സെക്ഷൻ സിയിൽ പഠിക്കുന്നത്. സെക്ഷൻ സി നമ്മളുടെ മൊത്തം മാർക്കിംഗ് സ്കീമിന്റെ ഒരു 20% സെക്ഷൻ ബി ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ സിയിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്യാൻ പഠിക്കും എന്ന് പറഞ്ഞു. ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്രമാത്രം കോസ്റ്റ് ഇൻകർ ചെയ്യും, എത്രമാത്രം റവന്യൂ ഇൻകർ ചെയ്യും എന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത എമൗണ്ട് തന്നെ ആയിരിക്കില്ല നമ്മൾ ആക്ച്വലി ശരിക്കും ഇൻകർ ചെയ്യുന്നത്. അപ്പം കുറച്ച് കൂടുതൽ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്താൽ, പ്ലാൻ ചെയ്തതിൽ നിന്ന് കുറച്ച് കൂടുതൽ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്താൽ, അല്ലെങ്കിൽ കുറച്ച് കുറവ് റവന്യൂ ആണ് ഏൺ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് അവിടെ ആ ഒരു ഡിഫറൻസ് ഉണ്ടായി, എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുറവ് റവന്യൂ വന്നത്, അങ്ങനെ രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ആക്ച്വലിന്റെയും ബഡ്ജറ്റഡിന്റെയും നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റീസൺ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു, കമ്പനിയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെയും, കമ്പനി ആസ് എ ഹോളും, ഓരോ എംപ്ലോയീസിനെയും, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും എല്ലാവരുടെയും പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മൾ അവിടെ ആ ഒരു ഡിഫറൻസ് വന്നു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ കാരണങ്ങളെ നമ്മൾ ഓവർകം ചെയ്യും. അതെങ്ങനെയാണ്, അതിന്റെ റീസൺ എന്തൊക്കെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യുക, നമ്മൾ ഒരു വലിയൊരു ഓർഗനൈസേഷനെ പല റെസ്പോൺസിബിലിറ്റി സെന്റർ ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ സിയിൽ പഠിക്കുന്നത്. സെക്ഷൻ സിയും നമ്മളുടെ പാർട്ട് 1 എക്സാമിന്റെ ടോട്ടൽ മാർക്കിംഗ് സ്കീമിന്റെ ഒരു 20% സെക്ഷൻ സി ആയിരിക്കും. ദെൻ സെക്ഷൻ ഡി, കോസ്റ്റ് മാനേജ്മെന്റ്. നമ്മളുടെ കമ്പനിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഇൻകർ ചെയ്യാം അല്ലേ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ്, നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ വേണം, ഡയറക്റ്റ് ലേബർ വേണം, ലേബറിന് നമ്മൾ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം, പിന്നെ കുറെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റുകൾ അല്ലെ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ കോസ്റ്റ് ഇൻകർ ചെയ്യും. സോ ആ കോസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക.
ആ കോസ്റ്റ് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അതിന് എല്ലാത്തിനെയും ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് ആ കോസ്റ്റ് അവിടെ ഇൻകർ ചെയ്തു, എന്തൊക്കെ ടൈപ്സ് ആണ് കോസ്റ്റ്, എന്തൊക്കെ ടൈപ്പ് കോസ്റ്റ് ആണ് നമ്മൾ ഇൻകർ ചെയ്യുന്നത്, അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ സെക്ഷൻ ഡിയിൽ പഠിക്കുന്നത്. സെക്ഷൻ ഡി ടോട്ടൽ മാർക്കിംഗ് സ്കീമിന്റെ ഒരു 15% ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനി, ഏതൊരു കമ്പനി നമ്മൾ എടുത്തു നോക്കിയാലും ആ കമ്പനിയിൽ റിസ്ക് ഉണ്ടാവും അല്ലേ. നമ്മൾക്ക് എന്താ പെട്ടെന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉണ്ടാവും, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. ഈവൻ നമ്മളുടെ എംപ്ലോയീസ് തന്നെ കമ്പനീൻ്റെ ഉള്ളിൽ ഓരോ ഫ്രോഡും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ്, നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിങ് അതുപോലത്തെ ഓരോ സെറ്റ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ ഇന്റേണൽ കൺട്രോളിൽ പഠിക്കുക. ഓക്കെ, സോ നമ്മൾ കമ്പനി വിചാരിച്ചാൽ മാത്രമാണ് ആ എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ചെയ്യുന്ന ആ ഒരു ഫ്രോഡിനെയോ അല്ലെങ്കിൽ തെഫ്റ്റിനെയോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പ്രോപ്പറായിട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പനിയിൽ ഒട്ടും കൺട്രോൾ ഇല്ല, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണിക്കും, എല്ലാവർക്കും തോന്നിയ പോലെ കാണിക്കും. സോ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമ്മൾ കമ്പനീനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പഠിക്കുന്നതാണ് സെക്ഷൻ ഇയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതും നമ്മളുടെ ടോട്ടൽ മാർക്കിംഗ് സ്കീമിന്റെ ഒരു 15%ഓളം നമുക്ക് സെക്ഷൻ ഇ ആയിരിക്കും. പിന്നെ സെക്ഷൻ എഫ്. സെക്ഷൻ എഫ് 2020 പുതിയതായിട്ട് വന്നൊരു സെക്ഷനാണ്. നമുക്ക് ലാസ്റ്റ് ഇയർ വരെ 5 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. സെക്ഷൻ എഫ് പുതിയതാണ്. അത് മെയിൻലി നമ്മൾക്കറിയാം, ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി എന്ത് മാത്രമാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലെ. പെട്ടെന്ന് ഒരുപാട് ചേഞ്ചസും എല്ലാം വരുന്നത്, അതിനെ പറ്റിയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. നമ്മളൊരു കമ്പനിയിൽ ഒരു വർക്ക് ചെയ്യുമ്പം, ലൈക്ക് ഈ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും നമുക്ക് കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളും എല്ലാം വേണം അല്ലേ. അല്ലെങ്കിൽ അവിടെ നമ്മളെ പറ്റിക്കപ്പെടാനും എല്ലാത്തിനും ചാൻസ് കൂടുതലാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി വഴി ഫ്രോഡ് നടക്കുന്നത്, നമ്മൾക്ക് കുറെ വൈറസുകൾ, ഹാക്കിങ് എല്ലാം ഇപ്പൊ നടക്കുന്നുണ്ട്. നമ്മളുടെ കമ്പനിയിൽ നമ്മളുടെ സിസ്റ്റം എങ്ങനെയൊക്കെ അവർ ഹാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ആണ് നമ്മൾ സെക്ഷൻ എഫിൽ പഠിക്കുന്ന ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. സോ പാർട്ട് 1 ഫിനാൻഷ്യൽ പ്ലാനിങ് പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സിൽ നമുക്ക് മൊത്തം 6 സെക്ഷൻസ് ആണുള്ളത്. എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ, എങ്ങനെ നമുക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളെയും നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് സെക്ഷൻ എ. സെക്ഷൻ ബി പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മളുടെ കമ്പനിയിലെ കമ്മിങ് ഫ്യൂച്ചർ പീരീഡ് എങ്ങനെയായിരിക്കും, നമ്മൾ അവിടെ ഇന്റേണൽ എൻവയോൺമെന്റിനെയും എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചർ പീരീഡ് എങ്ങനെയായിരിക്കും എന്നൊരു എസ്റ്റിമേറ്റ് നടത്തുന്നതിനെയാണ് സെക്ഷൻ ബി പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗിൽ പഠിക്കുന്നത്. സെക്ഷൻ സി പെർഫോമൻസ് മാനേജ്മെന്റ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റഡ് എമൗണ്ടും ആക്ച്വൽ എമൗണ്ട്സും തമ്മിലൊരു ഡിഫറൻസ് വരുമ്പോൾ എന്തുകൊണ്ട് ആ ഡിഫറൻസ് വന്നു എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ പഠിക്കുന്നത്. കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പം നമ്മളുടെ കമ്പനി, ഏതൊരു കമ്പനി എടുത്താലും അവർക്ക് കോസ്റ്റ് ഉണ്ടാവും, ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല കോസ്റ്റുകളും ഓരോ കമ്പനിക്ക് ഉണ്ടാവും. അതിനെ എങ്ങനെയൊക്കെ അക്കൗണ്ടിങ് ചെയ്യാം, അതിനെ കോസ്റ്റിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ പഠിക്കുന്നതാണ് സെക്ഷൻ ഡി, കോസ്റ്റ് മാനേജ്മെന്റ്. ആൻഡ് ഇന്റേണൽ കൺട്രോൾ സെക്ഷൻ ഇയിൽ നമ്മൾ പഠിക്കുന്നത് കമ്പനീൻ്റെ ഉള്ളിൽ റിസ്ക് എങ്ങനെയൊക്കെ നമ്മൾക്ക് കുറയ്ക്കാം, കമ്പനിയിൽ എങ്ങനെ പ്രോപ്പർ കൺട്രോൾ നമുക്ക് വരുത്താം എന്നൊക്കെ സെക്ഷൻ ഇ ഇന്റേണൽ കൺട്രോൾസിൽ പഠിക്കും. സെക്ഷൻ എഫ് ഇസ് ലൈക്ക് മോർ കമ്പ്യൂട്ടർ ബേസ്ഡ്. നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ റോബോട്ടിസം, അങ്ങനത്തെ പുതിയ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വരുന്നുണ്ട്. സോ അതിനെയൊക്കെയാണ് നമ്മൾ ടെക്നോളജി ആൻഡ് അനലിറ്റിക്സിൽ പഠിക്കുന്നത്. സോ പാർട്ട് 1 നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും പാർട്ട് 1? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം.
ഓക്കെ, ഐ തിങ്ക് എവറിത്തിങ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു അല്ലേ? ഇനി നമുക്ക് പാർട്ട് 2 എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. പാർട്ട് 2 ഇസ് സ്ട്രാറ്റജിക് ഫിനാൻസ് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് ഫിനാൻസ് മാനേജ്മെന്റിലും നമ്മൾ പാർട്ട് 1 പഠിച്ച പോലെ തന്നെ 6 സെക്ഷൻസ് ആണ് നമുക്ക് ഇതിലും കവർ ചെയ്യാനുള്ളത്. ആ സെക്ഷനിൽ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചു. വെറുതെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കാര്യമില്ല അല്ലേ? അതിനെ നമ്മൾക്ക് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളെയും എടുത്ത് നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾക്ക് ഒന്നെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും വേറൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കമ്പനിയുടെ തന്നെ എടുത്തിട്ട് നമ്മളുടെ കമ്പനിയിൽ എന്താ സെയിൽസ് ഇൻക്രീസ് ആവുകയാണോ, പ്രോഫിറ്റ് ഇൻക്രീസ് ആവുകയാണോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയുവാണോ, എന്തുകൊണ്ടാണ് ആ പ്രോഫിറ്റ് കുറഞ്ഞത്, അങ്ങനെ നമ്മളുടെ കമ്പനിയിൽ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ ഒരുപാട് ടൈപ്പ് റേഷ്യോസ് പഠിക്കുന്നുണ്ട്. കറണ്ട് റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റേഷ്യോസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ലൈക്ക് നമുക്ക് കമ്പനിയിൽ ഇപ്പം ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു ഡെപ്റ്റ് ഒക്കെ നമ്മൾ പോയി എടുക്കും അല്ലേ? കമ്പനിയിൽ കാശ് ആവശ്യമുള്ളപ്പം കമ്പനി ഡെപ്റ്റ് എടുക്കും. ഡെപ്റ്റ് എടുത്തു കഴിയുമ്പം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ എന്താ ഡെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെപ്റ്റ് അവർക്ക് റീപേയ്മെന്റിന് വേണ്ടിയിട്ട് ഇത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നമ്മൾക്ക് സ്റ്റാർട്ടിങ്ങിലെ നമ്മളുടെ അടുത്ത് ഒരു റിക്വയർമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ട് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ നമുക്ക് ഓരോന്നിപ്പം കറണ്ട് ലയബിലിറ്റി ഉണ്ടാവും നമുക്ക് കമ്പനിയിൽ. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അക്കൗണ്ട്സ് പേയബിൾ, അതുപോലത്തെ ഓരോ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും. ആ കറണ്ട് ലയബിലിറ്റീസിന് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യണമല്ലോ. ആ ഒരു വർഷത്തിനുള്ളിൽ പേ ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് കറണ്ട് അസറ്റിൽ നിന്ന് അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാനായിട്ട് അതിനൊരു റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ റേഷ്യോ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് റേഷ്യോസും എങ്ങനെയാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ സെക്ഷൻ എയിൽ പഠിക്കുക. അത് ഒരു 20% മാർക്കിംഗ് നമ്മൾക്ക് സെക്ഷൻ എ മാത്രമായിട്ട് വരും. നെക്സ്റ്റ് ഈസ് കോർപ്പറേറ്റ് ഫിനാൻസ്. കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളുടെ ഇൻകം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഓരോ കാര്യങ്ങളുണ്ടാവും. ഈ ഡെപ്റ്റ് എടുക്കാൻ നേരത്തെ ഒരു റിസ്ക് റിലേറ്റഡ് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ, വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻവെന്ററി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ഫിനാൻസ് അല്ലെ, നമ്മൾ വേറെ രാജ്യങ്ങളിൽ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർനാഷണലി ട്രേഡ് നടത്തുന്ന കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഡിഫറൻസ് അതെല്ലാം നമ്മളുടെ കമ്പനീനെ എഫക്ട് ചെയ്യും. സോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും, കമ്പനീന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള എല്ലാ കാര്യങ്ങളെയും, അതുകൂടാതെ ഇന്റർനാഷണൽ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളെയും ഒക്കെ ആയിരിക്കും നമ്മൾ സെക്ഷൻ ബിയിൽ കവർ ചെയ്യുന്നത്. സെക്ഷൻ ബിയും ഒരു 20% ഓഫ് മാർക്കിംഗ് സെക്ഷൻ ബി ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഡിസിഷൻ അനാലിസിസ്. ഡിസിഷൻ അനാലിസിസ് എന്ന് പറയുമ്പം നമ്മൾക്ക് മെയിനായിട്ട് കമ്പനിയിൽ എടുക്കേണ്ട ഒരു ഡിസിഷനാണ് പ്രൈസിങ് ഡിസിഷൻ അല്ലേ? എത്ര പ്രൈസ് നമ്മളുടെ കമ്പനിയിൽ സെറ്റ് ചെയ്യണം എന്ന് നമ്മൾക്കൊരു ഡിസിഷൻ എടുക്കണം. പ്രൈസിങ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളുടെ കമ്പനി ഇൻക്രീ ചെയ്യുന്ന കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രൈസിങ്. പിന്നെ നമ്മുടെ പുറത്തുള്ള ഡിമാൻഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറവ് പ്രൈസ് ചാർജ് ചെയ്യണം അല്ലേ? കുറവ് പ്രൈസ് ആണെങ്കിൽ കൂടുതൽ ആളുകൾ വാങ്ങില്ലേ? സോ അങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ട് എങ്ങനെ നമ്മൾക്കൊരു പ്രൈസ് സെറ്റ് ചെയ്യാം എന്നൊരു ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് നമുക്ക് ഈ സെക്ഷനിൽ കവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ കമ്പനീൻ്റെ ഫിക്സ്ഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും എല്ലാം കവർ ചെയ്യാൻ എത്ര യൂണിറ്റ്സ് നമ്മൾ എത്ര പ്രൈസിന് സെല്ല് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ഒരു കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലേ? ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ഒരു കമ്പനിയിൽ.
ചില പ്രൊഡക്റ്റ് നമ്മൾക്ക് ലോസ് ആയിരിക്കും. എത്ര പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് എത്ര പ്രൈസിന് വിറ്റു എന്ന് പറഞ്ഞാലും അത് ചിലപ്പോൾ ലോസിലേക്കൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യണോ അതോ അവിടെ ഡ്രോപ്പ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ആ ഡെസിഷൻ നമ്മൾ എങ്ങനെ എടുക്കും എന്നൊക്കെ നമ്മൾ ഇത് പഠിക്കും. പിന്നെ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾക്ക് ഫർദർ പ്രൊഡ്യൂസ് ചെയ്യാതെയും സെല്ല് ചെയ്യാൻ പറ്റും, ഫർദർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം എനിക്ക് ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഞാൻ മാംഗോ സെല്ല് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മാംഗോ ആയിട്ട് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ മാംഗോനെ ഞാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് വല്ല ഫ്രൂട്ടി ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഡ്രിങ്ക് ആയിട്ടും എനിക്ക് സെല്ല് ചെയ്യാം. സോ ഞാൻ മാംഗോ ആയിട്ട് ഡയറക്റ്റ് സെല്ല് ചെയ്യണോ അല്ലെങ്കിൽ ഫ്രൂട്ടി ആയിട്ട് സെല്ല് ചെയ്യണോ, ഏത് സെല്ല് ചെയ്താലാണ് എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നൊക്കെ ഡിസിഷൻ നമ്മൾ എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ ഫർദർ പ്രൊഡ്യൂസ് ചെയ്യാതെ സെല്ല് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമെങ്കിൽ നമ്മൾ ഫർദർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല്ല് ചെയ്യും. അതുപോലത്തെ ഡിസിഷൻ, അങ്ങനെ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് നമ്മളുടെ കമ്പനിയിൽ വരും. അതിനെല്ലാം എങ്ങനെ നമുക്ക് ഡിസിഷൻ എടുക്കണം എന്നൊക്കെ നമ്മൾ സെക്ഷൻ സി ഡിസിഷൻ അനാലിസിസിൽ പഠിക്കും. ഒരു 25% ഓഫ് മാർക്ക് നമ്മൾ പാർട്ട് 2 ഡിസിഷൻ അനാലിസിസിൽ നിന്നായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഇസ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് ചെറിയൊരു തിയറി സെക്ഷനാണ്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് റിസ്കുകളൊക്കെ ഉണ്ടാവും. ടൈപ്പ് ഓഫ് റിസ്ക്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്തൊരു ചെറിയൊരു സെക്ഷനാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മൾ കമ്പനി കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാം. സോ ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മളുടെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ കമ്പനീന്റെ കയ്യിൽ അത്രയും ഫണ്ട് അവൈലബിൾ ആയിരിക്കില്ല. സോ ഏത് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ചെയ്യണം, ഏത് ചെയ്താലാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക, അങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കാൻ നമ്മൾ സെക്ഷൻ ഇ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പഠിക്കും. അതൊരു 10% ഓഫ് മാർക്കിംഗ് സ്കീം ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഇസ് പ്രൊഫഷണൽ എത്തിക്സ്. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ട കുറെ എത്തിക്കൽ കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാവും. നമ്മളുടെ ഒരു കമ്പനിയിലെ കാര്യം നമ്മൾ പുറത്ത് വേറെ ആരുടെ അടുത്തും ചെന്ന് പറയാൻ പാടില്ല, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയോട് നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും കുറെ പ്രിൻസിപ്പിൾസും റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിയിൽ ചെന്നാലും, എന്ത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, എവിടെ പോയാലും നമ്മൾ ഒരു കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറെ എത്തിക്കൽ റൂൾസ് ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സെക്ഷൻ എഫില് പ്രൊഫഷണൽ എത്തിക്സിൽ പഠിക്കുന്നത്. അത് ഒരു 15% ഓഫ് മാർക്കിംഗ് സ്കീം പാർട്ട് 2 എത്തിക്സിൽ നിന്നായിരിക്കും. സോ പാർട്ട് 2 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പാർട്ട് 2 നമുക്ക് 6 സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. 6 സെക്ഷനിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്. നമ്മൾ വെറുതെ ഒരു ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കമ്പനീന്റെ തമ്മിൽ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ പ്രീവിയസ് ഇയറിൽ എടുത്തിട്ട് നമുക്ക് കൂടുന്ന നമ്മളുടെ ഓരോ സെയിൽസിന്റെ ഒക്കെ വാല്യൂ അല്ലെങ്കിൽ ഇൻകംസ് എല്ലാം കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താം. പിന്നെ സെക്ഷൻ ബി കോർപ്പറേറ്റ് ഫിനാൻസിൽ നമ്മൾ നാഷണൽ ഫിനാൻസ് പഠിക്കും. പിന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഓരോ കാര്യങ്ങളെയും, റിസീവബിൾസ്, ഇൻവെന്ററി, വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെ ഓരോ കാര്യങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് ഡിസിഷൻ അനാലിസിസ് സെക്ഷൻ സി. ഡിസിഷൻ അനാലിസിസിൽ നമ്മൾ ഒരുപാട് ഡിസിഷൻസ് നമ്മളുടെ കമ്പനിയിൽ എടുക്കാനുണ്ടാവും. ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണോ അതോ അതിനെ ഡ്രോപ്പ് ചെയ്ത് കളയണോ, ഫർദർ പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, നമ്മൾ എത്ര യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഡിസിഷൻ നമ്മളുടെ കമ്പനിയിൽ എടുക്കാനുണ്ടാവും. ആ ഡിസിഷൻ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്തെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ സി ഡിസിഷൻ അനാലിസിസ്. ദെൻ നെക്സ്റ്റ് ഇസ് റിസ്ക് മാനേജ്മെന്റ്.
റിസ്ക് മാനേജ്മെന്റ് ചെറിയൊരു തിയറി സെക്ഷൻ ആണ്. അതിൽ നമ്മൾ എന്തൊക്കെയാ ടൈപ്പ് ഓഫ് റിസ്ക് എന്നൊക്കെ പഠിക്കും. പിന്നെ അതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നൊക്കെ പഠിക്കുന്നത് റിസ്ക് മാനേജ്മെന്റ് സെക്ഷനിലാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മളുടെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്ത് എന്തോരം റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ചെയ്താൽ അതിൽ നിന്ന് എന്തോരം റിട്ടേൺ കിട്ടും, എത്ര നാളിനുള്ളിൽ അവർക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പേ ബാക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ കുറെ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഇസ് പ്രൊഫഷണൽ എത്തിക്സ്. ഏതൊരു കമ്പനിയിൽ പോയാലും നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറേ സ്റ്റാൻഡേർഡ്സും കുറേ റൂൾസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ എഫ്, പ്രൊഫഷണൽ എത്തിക്സ്. സോ ദീസ് ആർ ദ സെക്ഷൻസ് ഓഫ് പാർട്ട് 2. പാർട്ട് 2 സെക്ഷൻസ് എന്തൊക്കെയാ പഠിക്കാൻ നമ്മൾ പോകുന്നതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, സോ നമ്മളുടെ മൊത്തം CMA നമുക്ക് ആകെ 2 സെക്ഷൻ ആണ് ഉള്ളൂ. ബാക്കി എക്സാമ്പിൾ ഒരുപാട് എക്സാംസ് ഒന്നുമില്ല, ജസ്റ്റ് 2 എക്സാംസ് ആണുള്ളത്. 2 എക്സാംസ് 2 പാർട്ടിലായിട്ടാണ് വരുന്നത്. 2 എക്സാം, ഒരു പാർട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ, പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, പെർഫോമൻസ് മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ, ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ് പറഞ്ഞും 6 സെക്ഷൻസ് പഠിക്കും. പാർട്ട് 2 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, കോർപ്പറേറ്റ് ഫിനാൻസ്, ഡിസിഷൻ അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു 6 സെക്ഷൻസ് നമ്മൾ പഠിക്കും. നെക്സ്റ്റ് നമ്മളുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ്. എങ്ങനെയൊക്കെയാണ് എക്സാം, എങ്ങനെ നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം, എക്സാം വിൻഡോ, എക്സാമിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരിക, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാമോ? എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് എക്സാംസിനെ പറ്റി? ഈ വിൻഡോസ് ആണുള്ളത്. ഓൺലൈൻ ആയിരിക്കും എക്സാം. യെസ്, 4 hours ആയിരിക്കും. Yes, 100 MCQ, 2 essay ആയിരിക്കും. Yes, 3 hours MCQ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മളുടെ എക്സാം എന്ന് പറയുമ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓൺലൈൻ എക്സാം ആണ്. ഓൺലൈൻ എക്സാം എന്ന് പറയുമ്പം നമുക്ക് പ്രൊമെട്രിക് ടെസ്റ്റിംഗ് സെന്ററിൽ നമുക്ക് ജസ്റ്റ് പ്രൊമെട്രിക്കിന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഫോണിൽ കൂടെ പ്രൊമെട്രിക് ടെസ്റ്റിംഗ് സെന്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടൈമൊന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടർ വഴിയൊക്കെ കയറി നോക്കി പ്രൊമെട്രിക്കിന്റെ സെന്റർ ചുമ്മാ നമുക്ക് പ്രൊമെട്രിക്കിന് അടിച്ചു കൊടുത്താൽ കാണാം. അതിൽ നമുക്ക് CMAയുടെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എക്സാമിന്റെ അവൈലബിലിറ്റി, എക്സാം ഷെഡ്യൂൾ ചെയ്യാനും എല്ലാം കാണാൻ പറ്റും. കുഴപ്പമില്ല, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എക്സാമിന്റെ ഡേറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത്. സോ ഓൺലൈൻ എക്സാം ആയിരിക്കും. പ്രൊമെട്രിക് ടെസ്റ്റിംഗ് സെന്ററിൽ വെച്ചിട്ടായിരിക്കും എക്സാം നമുക്ക് നടക്കുക. പ്രൊമെട്രിക് ടെസ്റ്റിംഗ് സെന്റർ യൂഷ്വലി എല്ലാ സ്ഥലത്തും അത്യാവശ്യം ഉണ്ട്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ട്രിവാൻഡ്രത്തുണ്ട്, കേരളത്തിൽ ട്രിവാൻഡ്രത്തുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അടുത്തായിട്ട് പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ടെസ്റ്റിംഗ് സെന്റർ ഉണ്ട്. കേരളത്തിൽ ആകെ ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യാം.
ഓക്കെ, നിങ്ങൾക്കിപ്പോ കുറേ നാൾ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിക്കുക, അതൊക്കെ കഴിഞ്ഞ് എന്താ ഒരു ഫ്രീ റിലാക്സേഷന് വേണ്ടിയിട്ട് കുറച്ച് ദൂരേക്ക് എടുത്തിട്ട് എക്സാം കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് 2-3 ദിവസം റിലാക്സ് ചെയ്ത് കറങ്ങിയിട്ടൊക്കെ വരാൻ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഓക്കെ, സോ അത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എക്സാമിന്റെ അവൈലബിലിറ്റി പ്രൊമെട്രിക്കിൽ കയറി നോക്കി എല്ലാ സ്ഥലത്തെയും അവൈലബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഹോൾ വേൾഡിൽ അവൈലബിൾ ആണ് നമുക്ക് പ്രൊമെട്രിക്കിന്റെ സെന്ററും. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി എഴുതാം. നമുക്ക് അതിന്റെ ഡേറ്റും ടൈമിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊമെട്രിക്കിന്റെ സൈറ്റിൽ കയറി നോക്കി അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്താ പോയി സ്ഥലവും സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. 3 എക്സാം വിൻഡോസ് ആണ് നമുക്ക് CMAക്ക് ഉള്ളത്. ജാനുവരി ഫെബ്രുവരിയിൽ എക്സാം എഴുതാം, മെയ് ജൂണിൽ എക്സാം എഴുതാം, സെപ്റ്റംബർ ഒക്ടോബറിൽ നമുക്ക് എക്സാം എഴുതാം. ഈ 3 ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സാം എഴുതാം. പിന്നെ നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പം നമ്മൾ എക്സാം എഴുതുന്ന മാസത്തിന്റെ ആ മാസം കഴിഞ്ഞ് 6 വീക്സ് കഴിയുമ്പം നമുക്ക് റിസൾട്ട് വരും. സോ നമ്മൾ ജാനുവരിയിൽ എക്സാം എഴുതിയാൽ ജാനുവരി കഴിഞ്ഞിട്ട് 6 വീക്സ്, അതായത് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച് ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് വരും. ഫെബ്രുവരിയിൽ എക്സാം എഴുതിയാൽ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. ഓക്കെ, എപ്പോഴും റിസൾട്ട് വരുന്നത് അങ്ങനെയാണ്. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് എക്സാം ഏത് മാസമാണോ എഴുതുന്നത്, എക്സാം വിൻഡോ അല്ല, എക്സാം ഏത് മാസമാണോ എഴുതുന്നത് ആ മാസം കഴിഞ്ഞ് 6 വീക്സ് കഴിയുമ്പം നമുക്ക് റിസൾട്ട് വരും. 6 വീക്സ് ആണ്, അല്ലാതെ എത്ര മാസം കഴിഞ്ഞാലും 6 വീക്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ റിസൾട്ട് വരും. റിസൾട്ട് യൂഷ്വലി നമ്മളുടെ മെയിലിൽ വരും. മെയിലിൽ കൂടാതെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ IMAന്റെ സൈറ്റിൽ നമുക്ക് ഇമെയിൽ ലോഗിൻ ID പാസ്വേഡ് ഒക്കെ ഉണ്ടാവും. അവിടെ കയറി നോക്കിയാലും നമ്മളുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. സോ 3 എക്സാം വിൻഡോസ് ആണുള്ളത്: ജാനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ. ഇതിൽ ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. prometric.com എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എടുക്കാൻ പറ്റും. ലൈക്ക് ടൈമും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഒരു ഫെബ്രുവരി 15 അല്ലെങ്കിൽ ജൂൺ 15, ഒക്ടോബർ 15 ഒക്കെ ആകുമ്പോഴത്തെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാൻ പറ്റില്ല. അതിന് മുമ്പ് വരെ നമുക്ക് യൂഷ്വലി എക്സാമിന് ഡേറ്റ് എടുക്കാം. 15 തൊട്ട് നമ്മുടെ വിൻഡോവിന്റെ സെക്കൻഡ് മന്തിന്റെ ഹാഫ് തൊട്ട് ഡേറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റില്ല. അതിന് മുമ്പേ തന്നെ നമ്മൾ എക്സാമിന് ഡേറ്റ്സ് എടുക്കണം. പെട്ടെന്ന് നമ്മൾ അവസാന നിമിഷം വരെ വെയിറ്റും ചെയ്യരുത്, കാരണം ഡേറ്റ്സ് എല്ലാം പെട്ടെന്ന് ക്ലോസ് ആവും. സോ നേരത്തെ തന്നെ ഡേറ്റ് എടുക്കാനും നോക്കണം, അതനുസരിച്ചിട്ട് പഠിക്കാനും ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾക്ക് എക്സാമിന് യൂഷ്വലി 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 2 എസ്സേയും ആണ് വരുന്നത്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 100 മാർക്സ് അല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മൾട്ടിപ്പിൾ ചോയ്സിന് ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ 6 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ 1 മാർക്ക്, ഒരെണ്ണത്തിന് 2 മാർക്ക്, ഒരെണ്ണത്തിന് ചിലപ്പോൾ മാർക്കേ ഉണ്ടാവില്ല. സോ അങ്ങനെയാ, മാർക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്രയായിരിക്കും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന്. സോ 100 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്സ് ആണെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾക്ക് യൂഷ്വലി 500 മാർക്സിനാണ് എക്സാം വരുന്നത്. അതിലെ 100 ക്വസ്റ്റ്യൻ നമ്മൾ MCQ ആയിരിക്കും. അതൊരു 75% നമ്മളുടെ MCQ ആണ് ശരിക്കും. ഓക്കെ, മാർക്കിംഗ് വരുമ്പോൾ അതൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ എത്രയാണ് മാർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ക്വസ്റ്റ്യന്റെയും ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിട്ട് ക്വസ്റ്റ്യന്റെ മാർക്സ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് 2 എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിൽ കുറെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു എസ്സേന്റെ ഉള്ളിൽ നിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻസ് തരും. അതിന് നമ്മൾ ആൻസർ ചെയ്യണം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ എസ്സേ വായിക്കാൻ നിൽക്കാതെ ഫസ്റ്റ് തന്നെ ആ ക്വസ്റ്റ്യൻ വായിക്കണം. ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കണം. നമുക്കപ്പോൾ സ്ക്രീൻ ആക്ച്വലി 2 ആയിട്ട് കാണാം. ഒരു സൈഡിൽ നമുക്ക് എസ്സേ ആയിട്ടും വായിക്കാം, ഒരു സൈഡിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും കാണാം. നമ്മളുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് എസ്സേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് 2
സ്ക്രീനിൽ ഒരു സ്ക്രീനിൽ തന്നെ രണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സൈഡിൽ എസ്സേ ഉണ്ടാവും, ഒരു സൈഡിൽ നമുക്കൊരു 5-6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അതിൽ ഏത് ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. വേണമെങ്കിൽ ഫസ്റ്റ് എസ്സേ ആദ്യം ആൻസർ ചെയ്യാം, വേണമെങ്കിൽ സെക്കൻഡ് എസ്സേ ആദ്യം ആൻസർ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. ഏത് എസ്സേ നിങ്ങളുടെ കംഫർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് എസ്സേ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, സെക്കൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെക്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെക്ഷനിൽ നിന്നായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എസ്സേ ആൻസർ ചെയ്യാൻ പറ്റും. എസ്സേ ഒരു എസ്സേയുടെ ഉള്ളിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. ചിലപ്പം എന്തേലും എന്താ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ ഡിഫൈൻ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ എസ്സേ ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല, ആ ഡെഫിനിഷൻ അങ്ങ് എഴുതി വെച്ചാൽ മതി. സോ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് എസ്സേ വായിക്കുക. പിന്നെ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു എസ്സേ സെക്ഷൻ ഇയിൽ നിന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത എസ്സേ സെക്ഷൻ എയിൽ നിന്ന് മാത്രമായിരിക്കും എന്ന് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എസ്സേ ഷഫിൾ ചെയ്യും. എന്ന് വെച്ചാൽ അവര് 2-3 സെക്ഷൻ ഒരുമിച്ച് ആയിരിക്കും ഒരു എസ്സേയിൽ ചോദിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും എസ്സേ എഴുതാം. ഒരു എസ്സേ, ആദ്യത്തെ എസ്സേ വേണമെങ്കിൽ ആദ്യം എഴുതാം, രണ്ടാമത്തെ എസ്സേ വേണമെങ്കിൽ രണ്ടാമത് എഴുതാം. നിങ്ങളുടെ MCQ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എസ്സേ ആ ഓർഡറിൽ തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓർഡർ പ്രിഫറൻസ് ഒന്നും അവിടെ പറയുന്നില്ല, ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ ഫ്ലാഗ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ബാക്കി ടൈം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ പോയി നോക്കാനായിട്ടൊക്കെ പറ്റും. സോ നിങ്ങളത് സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞ് സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ആ ഒരു എക്സാമിന് പോകുമ്പോൾ ആ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ കാണാനിരിക്കുക എക്സാമിന് ചെന്ന് കഴിയുമ്പോൾ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിലുള്ള ഈ ഒരു എക്സാമിനുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. നമുക്കറിയാം എസ്സേ MCQ ആണ്. MCQ ആണ് 4 ഓപ്ഷൻസ് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല. നമുക്കറിയാം മിക്ക എക്സാംസിന് നെഗറ്റീവ് മാർക്ക് ഒക്കെ ഉണ്ട് MCQ ആകുമ്പോൾ. പക്ഷെ ഈ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ പോലും MCQ ആൻസർ ചെയ്യണം. ഓക്കെ, സോ അത് ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ എക്സാമിന്റെ. MCQ അറിയില്ലെങ്കിൽ പോലും എങ്ങാനും ശരിയായാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടേക്കുക, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന വേറൊരു ട്രിക്കാണ്. ഇപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻ നമുക്ക് അടുപ്പിച്ച് ആൻസർ അറിയില്ല, അത് തോന്നിയ രീതിയിൽ നമ്മൾ MCQല് ആൻസർ ചെയ്യരുത്. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഓപ്ഷൻ A മാർക്ക് ചെയ്തു, എനിക്ക് അറിയില്ല, വെറുതെ ഞാൻ പോയി ഓപ്ഷൻ A മാർക്ക് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ B മാർക്ക് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ C മാർക്ക് ചെയ്തു. അങ്ങനെ ചെയ്യാതെ എല്ലാ നമുക്ക് അറിയാത്ത എല്ലാ ക്വസ്റ്റ്യനും ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആൻസർ ചെയ്യാം. ഇപ്പോൾ എനിക്ക് അറിയാത്ത ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ ഓപ്ഷൻ B തന്നെ സെലക്ട് ചെയ്തു. അപ്പൊ അത് ആൻസർ ശരിയാവാനുള്ള ചാൻസ് കൂടും എന്നാണ് പറയുന്നത്. സോ അങ്ങനെയും ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ പഠിക്കാതെ പോകണം എന്നല്ല, ക്വസ്റ്റ്യൻ അറിയാതെ ഇരിക്കാനുള്ള ചാൻസ് കുറയ്ക്കുക. ഇൻ കേസ് അറിയില്ലെങ്കിലും ആൻസർ ചെയ്യാതിരിക്കരുത്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ആൻസറും 100 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാതെ നമുക്ക് എസ്സേയിലേക്ക് കടക്കരുത്. ഓക്കെ, പിന്നെ എസ്സേയിലേക്ക് വരാനായിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ MCQ ഒരു 50% ക്വസ്റ്റ്യൻസ്, ഓക്കെ, 50% ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് എസ്സേ വിൻഡോ ഓപ്പൺ ആവുള്ളൂ. MCQന്റെ നമ്മളുടെ ഫുൾ എക്സാമിന്റെ 50% മാർക്ക് എന്നല്ല പറയുന്നത്. ഓക്കെ, 500ലാണ് എക്സാം, നമ്മളുടെ 250+ കിട്ടിയ അതിന്റെ അർത്ഥം നമ്മളുടെ 50% കിട്ടിയെന്നല്ല. 50% മൾട്ടിപ്പിൾ ചോയ്സിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, 100 എണ്ണത്തില് 50 ക്വസ്റ്റ്യൻസ് നമ്മളുടെ കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ്സേ വിൻഡോ അപ്പൊ തന്നെ ഓപ്പൺ ആവും. 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയില്ല എങ്കിൽ നമ്മളുടെ എസ്സേ ഓപ്പൺ ആവില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അറിയില്ലെങ്കിൽ കൂടെ ഏതെങ്കിലും ഓപ്ഷൻ അങ്ങോട്ട് ചൂസ് ചെയ്യണം. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ആ ഒരു ലക്കിന് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം ഇല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ചിലപ്പോൾ നമ്മളുടെ ആൻസർ എസ്സേ ഓപ്പൺ ആവാതിരിക്കാം. സോ നിങ്ങളത് യു മേക്ക് ഷുവർ ദാറ്റ് യു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ. 50% ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് എസ്സേ വിൻഡോ ഓപ്പൺ ആവുള്ളൂ.
പിന്നെ നമ്മുടെ 2 എക്സാമിൻ്റെയും 4 hours വെച്ചിട്ടാണ്. 2 എക്സാം, പാർട്ട് 1 ആയാലും പാർട്ട് 2 ആയാലും രണ്ടും 4 hours വെച്ചിട്ടാണ്. രണ്ടിലും 100 essays, രണ്ടിലും 100 MCQവും 2 essays വെച്ചിട്ടാണ് വരിക. ഓക്കെ, സോ അതിൽ യൂഷ്വലി 3 hours നമ്മൾക്ക് MCQന് വേണ്ടിയിട്ടും 1 hour essayക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾക്ക് അവർ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. ഓക്കെ, 4 hours ആണ് ഇൻ ടോട്ടൽ ഉള്ളത്. അതിൽ 100 MCQ ഉണ്ട്, 2 essay ഉണ്ട്. 3 hours ആണ് അവർ MCQന് അലോട്ട് ചെയ്തിരിക്കുന്നത്. 2 hours ആണ് നമ്മൾക്ക് essayക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് കമ്പൽസറി ദാറ്റ് വി നീഡ് ടു യൂസ് ദാറ്റ് 3 hours ഫോർ MCQ. 3 hours MCQന് വേണമെന്ന് അവർ 100% എന്തായാലും ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം നേരത്തെ തന്നെ ഇപ്പോൾ ചിലവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. ഓക്കെ, ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫാസ്റ്റ്നെസ് കിട്ടുള്ളൂ. ചിലവര് പറയണ കേൾക്കാം അവർക്ക് ടൈം തികഞ്ഞില്ല എന്ന്, ചിലവര് പറയണേക്കാൾ ടൈം ഭയങ്കരമായിട്ട് ബാക്കിയായിരുന്നു എന്ന്. കാരണം പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്നതോറും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓരോ സെക്ഷനിൽ നിന്ന് എടുത്താലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിൽ കുറേയൊക്കെ ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കും ക്വസ്റ്റ്യൻസ്. ചെയ്ത് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോഴും പെട്ടെന്ന് ചെയ്യാൻ ട്രൈ ചെയ്യാം. എന്നാലാണ് നമുക്ക് പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ആ 3 hours MCQന് വേണ്ടി ആവശ്യം വരില്ല. ഇപ്പം ഞാനൊരു 2.5 hours ഞാൻ എൻ്റെ MCQ ചെയ്ത് തീർത്തു. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ അത്രയും ടൈം ബാക്കിയുണ്ട് ഡയറക്റ്റ് എസ്സേയിലേക്ക് പോകാതെ നിങ്ങൾ അതിനെ എല്ലാത്തിനെയും ഒന്നും കൂടെ നോക്കുക. എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ഒന്നും കൂടെ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഒന്നും കൂടെ എടുത്ത് നോക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ടൈം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് MCQ ഫിനിഷ് ഞെക്കി essay വിൻഡോ ഓപ്പൺ ആവുകയാണെങ്കിൽ ആ ടൈം essayയിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം 3 hours MCQയിൽ 2.5 hours കഴിഞ്ഞപ്പോൾ ഞാൻ essayയിലേക്ക് പോയി. അപ്പം എനിക്ക് essayക്ക് 1 hour ആയിരിക്കില്ല, 1.5 hours എനിക്ക് essayക്ക് കിട്ടും. ചിലവർക്ക് MCQ ചെയ്യാൻ ഭയങ്കര എളുപ്പവും essay ചെയ്യാൻ കുറച്ച് പാടായിട്ടുള്ളവരും ഉണ്ടാവും. അപ്പം essayക്ക് ടൈം തികഞ്ഞില്ല, ആ ഒരു essay ഒക്കെ വായിച്ചെടുത്ത് അത് മനസ്സിലാക്കാൻ ചിലവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക. essay ക്വസ്റ്റ്യനും നമ്മളുടെ സോഫ്റ്റ്വെയറിന് അവൈലബിൾ ആണ്. സോ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് essay വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടാണെങ്കിൽ നമ്മൾ MCQ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ട് കുറച്ച് കൂടുതൽ ടൈം നമുക്ക് essayക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് essayക്ക് നമുക്ക് അത്രയും ടൈം യൂസ് ചെയ്യാൻ പറ്റും. essayക്കും ആ 1.5 hour യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ വെറുതെ ലക്ക് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ചാൻസ് എടുക്കാതിരിക്കുക. നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും ബാക്കി ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ഫിനിഷിങ് ഞെക്കാതെ നിങ്ങൾ പിന്നെയും ഒന്നുകൂടെ essay ആൻസർ ചെയ്ത് നോക്കാം. പിന്നെ വൺസ് നമ്മൾ MCQയിൽ നിന്ന് MCQ ഫിനിഷിങ് ഞെക്കി essayയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് MCQയിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. essayയിലേക്ക് വന്നു കഴിഞ്ഞാൽ essay മാത്രമേ കാണാൻ പറ്റുള്ളൂ. MCQയിൽ നിന്ന് കഴിഞ്ഞാൽ MCQ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ essay പെട്ടെന്ന് തീർന്നാലും നിങ്ങൾ അത് മാനേജ് ചെയ്ത് ഒന്നും കൂടെ വായിക്കാൻ നോക്കുക. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് വന്നാലോ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഇൻ ടോട്ടൽ 3 hours ഫോർ essay ആൻഡ് 3 hours ഫോർ MCQ ആൻഡ് 1 hour ഫോർ essay ആണ് അവർ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. പക്ഷേ നമ്മൾക്ക് വേണമെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ഒരു കഴിവനുസരിച്ചിട്ട് അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു വിൻഡോയിൽ ഇപ്പോൾ Jan-Feb വിൻഡോയിൽ വേണമെങ്കിൽ എനിക്ക് പാർട്ട് 1 എക്സാമും പാർട്ട് 2 എക്സാമും വേണമെങ്കിൽ എനിക്ക് ഒരു വിൻഡോയിൽ എടുക്കാം. പക്ഷെ പാർട്ട് 1 എക്സാം തന്നെ ഒരു വിൻഡോയിൽ എനിക്ക് 2 പ്രാവശ്യം എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു വിൻഡോയിൽ 2 എക്സാമും വേണമെങ്കിൽ എനിക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം. പക്ഷെ പാർട്ട് 1 ഞാൻ ഒരു ജാനുവരിയിൽ എഴുതി എനിക്ക് essay വിൻഡോ ഓപ്പൺ ആയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് പിന്നെയും ജാനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഒന്നും കൂടെ ഡേറ്റ് എടുക്കാൻ പറ്റില്ല. എക്സാമിന് മുമ്പ് നമ്മൾ IMAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം.
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തിനുള്ളിൽ നമ്മൾ എക്സാം പാസ്സാകണം എന്നൊരു റിക്വയർമെന്റും കൂടി ഉണ്ട്. 3 വർഷത്തിനുള്ളിൽ പാസ്സായില്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മെമ്പർഷിപ്പ് പോകും. ഇപ്പോൾ ആ 3 വർഷത്തിനുള്ളിൽ ഞാൻ ഒരു പാർട്ട് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ പാസ്സായ പാർട്ട് എക്സ്പയർ ആയി പോകും. സോ 3 years ടൈമിനുള്ളിൽ IMA രജിസ്ട്രേഷൻ എടുത്ത് 3 years ടൈമിനുള്ളിൽ നമ്മൾ എക്സാം പാസ്സാവണം. പിന്നെ എക്സാം റിസൾട്ട് നമുക്ക് മെയിലിലേക്ക് വരും. ഞാൻ പറഞ്ഞു മെയിലിലേക്ക് വരും, 6 weeksനുള്ളിൽ മെയിലിലേക്കും വരും. അതുകൂടാതെ നമ്മുടെ IMA സൈറ്റിലും കൂടെ നമ്മൾക്ക് ഈ ഒരു മാർക്ക് നമുക്ക് വരും. പിന്നെ നമ്മൾക്ക് യൂഷ്വലി 6 to 9 months ആണ് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം പറയുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മളിപ്പോ ഒരു ടൈം ഒരുമിച്ച് നമ്മളിപ്പോ വേറെ കോഴ്സ് ഒന്നും ചെയ്യാതെ CMA മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 6 to 9 months യൂഷ്വലി മതി CMA ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതനുസരിച്ചിട്ട് പഠിക്കണം. എങ്ങനെയാണ് എക്സാമിന് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. സോ അതനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 6 to 9 monthsനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മളുടെ എക്സാം എന്താണ്, ടൈം, കാര്യങ്ങളൊക്കെ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നമ്മൾ ഇത്രയും നോക്കിയതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാനൊക്കെ ഫസ്റ്റ് CMA സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഇത് മിക്കതും അറിയില്ലായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോഴാണ് പലതും അറിയുന്നതും എന്താ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. നിങ്ങളിലും ഒരു 1-2 വയസ്സ് ഡിഫറൻസ് ഒക്കെ എനിക്ക് ഉള്ളു. നിങ്ങൾക്ക് ആ ഒരു രീതി നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് മീ, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഞാൻ ചോദിച്ചാൽ അത് മണ്ടത്തരായി പോകുമോ എന്നൊന്നും ആരും വിചാരിക്കണ്ട. അവർക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ എന്തായാലും കാശ് കൊടുത്തിട്ടാ പഠിക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് അന്നന്ന് പോകാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം നമുക്ക് പറഞ്ഞു 6 sections 2ലും ഉണ്ട്. നമുക്ക് സെക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ കുറെ ഡൗട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ആയി പോകും. സോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകുക. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെയുള്ള ഏത് ഫാക്കൽറ്റീസിനോടും അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റ് ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചാലും സാറും പറഞ്ഞു തരും. സോ നിങ്ങളാരും മടി കാണിക്കരുത് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ചോദിച്ചോളൂ. ഓക്കെ, ഓക്കെ. സോ കുറച്ചുകൂടെ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഇന്ന് 11 കഴിഞ്ഞല്ലോ, 11 o'clock ആയി. സോ ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ റെസ്പോൺസും ഒക്കെ തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സോ റെസ്പോൺസീവ്. താങ്ക് യു അബി. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. നാളെ മുതൽ നേരത്തെ ഒന്ന് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു മിനിമം ഒരു 30 minutes മുമ്പ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ ഒരു 10 minutes ബിഫോർ എങ്കിലും ക്ലാസ്സിൽ ഒന്ന് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ടൈമിന് തന്നെ ക്ലാസ് തുടങ്ങാനായിട്ട് അത് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ 5 minute ലേറ്റ് ആയാൽ ആ 5 minute വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ടൈമിന് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 5 minute എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാകാതെ വരും. സോ ബി ഓൺ ടൈം. കാരണം ഇതൊരു ഓൺലൈൻ ആയതുകൊണ്ട് ബി ഓൺ ടൈം. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ രൂപയ്ക്കും ₹1 നിങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു മേക്ക് 10 rupees or 20 rupees റിട്ടേൺ ഫ്രം അസ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അഭി തന്നെ അത് ക്ലാസ്സിൽ പറഞ്ഞു. കാരണം അഭി നമ്മളുടെ ഒരു സ്റ്റുഡന്റ് എന്നുള്ളതിനുപരി
അവർക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഞാനിത് എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്. എല്ലാ ക്ലാസ്സിലും എല്ലാ സെഷൻസിലും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ₹1 മുടക്കിയുള്ളത് 1,00,000 രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് യു ആർ സ്റ്റഡിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതാണ് നിങ്ങളുടെ ഒരു യൂട്ടിലൈസേഷന്റെ വേണ്ട ഒരു കഴിവും കൂടെ അവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ്, മിനിമം 5 മിനിറ്റ്സ് മുമ്പെങ്കിലും ലോഗിൻ ആവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ടൈമിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും അഗ്രീഡ് ആണല്ലോ? താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു അബി, താങ്ക് യു സോ മച്ച്. ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണ്, പക്ഷെ എന്നാലും അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അബി പറഞ്ഞപ്പോൾ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അവരുടെ ഡൗട്ട്സ് കുറെ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ബൈ.